അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് ഇവിടെ കഴിക്കുന്നത്. ഹലോ നമസ്കാരം കൊച്ചി. അതെ, ഇന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിയിലാണ് വന്നേക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ അർബൻ കിച്ചണിലാണ്. ഇവിടുത്തെ മന്തി വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്റെ പേര് സലാവുദ്ദീൻ എന്നാണ്. നമ്മളൊരു 1-2 കൊല്ലത്തെ പ്രയത്നം കൊണ്ട് നമ്മൾ ഈ ഒരു ഷോപ്പ് തുടങ്ങി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിച്ച് അവിടുത്തെ ഓരോ കാര്യങ്ങൾ അവിടുത്തെ ഓരോ സ്പെഷ്യലുകൾ എടുത്ത് നമ്മുടേതായിട്ടുള്ള 1-2 സ്പെഷ്യൽ ഐറ്റംസ് ഇറക്കിയിട്ട് നമ്മൾ ട്രെയിൻ അടിക്കാൻ നേരത്തെ തന്നെ ഒരു 14 വർഷം 15 വർഷം ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായ ഒരു മന്തി മാസ്റ്ററാണ് നമുക്ക് കിട്ടിയത്. ചിക്കൻ എല്ലാം തന്നെ മസാല വരട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അടുത്തായിട്ട് റൈസ് സെറ്റ് ചെയ്യാനാണ് പോണത്. റൈസിനുള്ള പ്രിപ്പറേഷൻ ആണല്ലേ? അതെ അതെ. ഇത് എന്തിട്ടാണ്? ഇത് മട്ടന്റെ നെയ്യാണ്. അടുത്ത വെളുത്തുള്ളി ഇടുന്നു. ഇത് ജീരകം, പച്ചമുളക്, സവാള ഉണ്ട്, പച്ചമുളക് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. നമ്മുടെ ഈ മന്തി റെഡി ആവാനായിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ എടുക്കും. പിന്നെ നമുക്കൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മൾ യമൻ മന്തി തന്നെ ഇവിടെ കൊടുക്കുന്നത്. കാരണം അധികം സ്പൈസസ് ഒന്നും ചേർക്കാതെ കളറൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെയുള്ള അടിപൊളിയായിട്ടുള്ള ഫുഡാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ആ മന്തി തന്നെ ഒരു 12:30 മണിക്ക് നമുക്ക് ഫസ്റ്റ് മന്തി നമ്മൾ പൊക്കും. പിന്നെ ഒരു വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ സെക്കൻഡ് എടുക്കും. പിന്നെ നമ്മൾ ആ ചെയ്യുന്ന മയോണൈസ് ഒരു ദിവസം നമ്മൾ 3-4 പ്രാവശ്യമായിട്ടാണ് മയോണൈസ് അടിക്കുന്നത്. കാരണം മയോണൈസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയാലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മയോണൈസ് പോലും അങ്ങനെ തന്നെ വളരെ ശ്രദ്ധിച്ചിപ്പോ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന തന്നെ നമ്മളുടെ മനസ്സിന് അവരുടെ മനസ്സിൽ തൃപ്തി തോന്നണം. ആ രീതി ചിന്താഗതി തന്നെയാണ് മയോണൈസ് പോലും നമ്മൾ അങ്ങനെ കൊടുക്കുന്നതല്ല. നിങ്ങൾക്ക് വന്ന് ടേസ്റ്റ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ആ മയോണൈസിന്റെ പ്രത്യേകത. ലൈവ് അടിക്കുന്നതും രാവിലെ അടിച്ചു വെക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഏകദേശം ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് ഈ ചിക്കൻ മന്തി പുറത്തെടുക്കുന്നത്. ഇതാണ് നമ്മുടെ ശരിക്ക് മസാല. ഇപ്പോൾ ഏകദേശം 1 മണിയുണ്ട്. അപ്പോൾ ഈ മന്തിനെ കുറിച്ച് ആളുകളുടെ അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ഫുഡ് ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് ഇവിടെ കഴിക്കുന്നത്. നല്ല ഫുഡാ, നല്ല എല്ലാം നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ലതാണ്. സെക്കൻഡ് ടൈമാണ്. ഇഷ്ടപ്പെട്ടു. അതാണ് പിന്നെയും വന്നത്. ഷെഫാണ്. മന്തി ഉണ്ടാക്കുന്ന ഞാനാണ്. അതെ. അടിപൊളി ഫുഡ്, ഒന്നും പറയാല്ല. നല്ല വേർത്താണ് ഈ ഒരു റേറ്റിന്. അടിപൊളി ഫുഡ്. അങ്ങനെ ഞാനും ഇവിടുന്ന് മന്തി കഴിച്ചായിരുന്നു. റൈസ് നല്ല രസമുള്ള റൈസാണ്, ലൈറ്റായിട്ടുള്ള ഒരു റൈസാണ്, നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. അതിനുശേഷം ആ ചിക്കൻ, ആ സ്കിന്നി ചിക്കൻ അത്യാവശ്യം ജ്യൂസിയാണ്. അത് ആ ചോറ് കൂട്ടി നന്നായിട്ട് കുഴച്ച് തന്നെ കഴിച്ച് ആ സംഭവം ഉഷാറായിരുന്നു തന്നെ പറയാം. അതിനുശേഷം ആ മയോണൈസ് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ആ റൈസിലോട്ട് വെച്ച് അങ്ങനെ ആ റൈസും മയോണൈസും കൂടി ചേർന്നപ്പോൾ നല്ല രീതിയിലൊരു ജ്യൂസി ടേസ്റ്റ് തന്നെയായിരുന്നു പറയാം. അങ്ങനെ തുടരെ മയോണൈസും കൂട്ടി റൈസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം ആ ചിക്കനും ആ തക്കാളി സോസും ആ മയോണൈസും എല്ലാം കൂടി കൂട്ടി നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് തന്നെ കഴിച്ച്
അപ്പോഴാണ് വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് അനുഭവപ്പെട്ടത്. കാരണം ആ പുളിയും ആ മയോണൈസിൻ്റെ ടേസ്റ്റും ആ ചിക്കൻ്റെ ഫ്ലേവറും റൈസിൻ്റെ ഫ്ലേവർ എല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു രുചിയുടെ ഒരു പുതിയ ആനന്ദം തന്നെ കിട്ടി. ഈ ഒരു സ്പോട്ട് വരുന്നത് ഫോർട്ട് കൊച്ചിയിൽ അർബൻ കിച്ചൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ്.